ഒരു അമ്മ വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ഹിന്ദു സമൂഹത്തിൽ, നമ്മുടെ സമാജത്തിലുള്ള ഹിന്ദു സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് മഹിളാ ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും അതേപോലെ തന്നെ ഒരു ശ്രദ്ധയുമൊക്കെ നേടാൻ സാധിക്കുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. കുമാരിമാർക്ക് വിവാഹം വേണ്ട, ഇപ്പോഴത്തെ ഒരു വലിയ ആരോപണമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആർക്കും വിവാഹം വേണ്ട. എന്തിനാണ് വിവാഹം? വിവാഹം എന്തിനാണ്? നമ്മുടെ പരമ്പര നിലനിർത്തണം, വേണ്ടേ? നമ്മുടെ പരമ്പര നിലനിർത്താൻ നമുക്ക് വിവാഹം ആവശ്യമാണ്. കുട്ടികൾ വേണം. നമ്മുടെ പരമ്പര അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. കുട്ടികൾക്ക്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട. അപ്പോൾ ഒരു പാട്ട് തന്നെ ഇപ്പോൾ വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്, കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ പെൺകുട്ടികളിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ഇതിനൊക്കെ അടിമപ്പെടുകയാണ്. സമൂഹത്തിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, നല്ല മൊബൈൽ ഫോണിലൂടെ നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രാപ്തിയുള്ള പ്രായത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളത് നല്ലത് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ചെറുപ്രായത്തിൽ 1, 2, 3 ഫോണാണ് ഇപ്പോൾ ഓരോരുത്തരുടെയും കൈകളിൽ. ഓരോ കുട്ടികളുടെയും കയ്യിലല്ല, ഓരോ വീട്ടിലും ടച്ച് ഫോണൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപയോഗം കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലത് ഏതെന്ന് അറിയാതെ, ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്താ പറയുക, കാലത്തിനൊത്ത് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മൾ വളരണം, നമ്മുടെ കുട്ടികളും വളരണം. പക്ഷേ നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചിന്താമണ്ഡലം രൂപപ്പെട്ട കുട്ടികൾ വേണം ഇതൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ വേണം. നമ്മൾ അമ്മമാരും അതിലേക്ക് ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. കുടുംബങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അയൽപക്കത്തെ കുടുംബങ്ങളെല്ലാവരുമായിട്ട് നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ അത് തന്നെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പഞ്ചായത്തിലോ ഒരു താലൂക്ക് കുടുംബയോഗമോ ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഭയങ്കരമായ വ്യത്യാസം വരും. ആ വ്യത്യാസം നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ കുടുംബ വ്യവസ്ഥിതി ശരിക്കും ഫോക്കസ് ചെയ്ത് മഹിളാ ഐക്യവേദി കുടുംബയോഗങ്ങൾ നടത്തുകയും ഇങ്ങനെയുള്ള ബോധവൽക്കരണം, കുട്ടികൾക്ക് മദ്യത്തിനെതിരെയുള്ള എന്താ പറയുക, വിപത്ത്, ലഹരി, രാസലഹരി, ഇവയ്ക്കൊക്കെ എതിരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തേണ്ടതാണ്. ഈ കോളനി സമ്പർക്കം എന്നുള്ള ഒരു അടുത്ത പരിപാടി ഞാനിപ്പോൾ ആദ്യം നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, അവർ പിന്നെ പല ഭാഗത്തും, നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലാണ് അല്ലേ. വനവാസി ഊരുകളുണ്ട്, അല്ലാതെ കോളനി തിങ്ങിപ്പാർക്കുന്ന കോളനികളുണ്ട്, വെൽ സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന കോളനികളുണ്ട്, SC/ST വിഭാഗങ്ങൾ. ഇവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു കോളനി സമ്പർക്കത്തിനൊക്കെ പോകുമ്പോൾ അവരെ നമ്മൾ എന്തോ വലിയ കാര്യത്തിനാണ് അവിടെ പോകുന്നത് എന്ന രീതിയിൽ അവിടേക്ക് പോകാൻ പാടില്ല. ഒന്നാമതായിട്ട് നമ്മൾ അവരെ വളരെ എന്താ പറയുക, സൗഹാർദ്ദപരമായിട്ട് നമ്മൾ അവരുടെ ഒരു സുഹൃത്താണ്, നമ്മൾ അവരിൽ ഒരാളാണ് എന്ന രീതിയിൽ അവരെ സമ്പർക്കം ചെയ്യുകയും അവർക്ക് എന്താണ് പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചറിയുകയും, നമ്മളവിടെ പോയിട്ട് ഒരു ഓഫർ കൊടുക്കുകയെന്നല്ല വേണ്ടത്. നമുക്ക് അവർക്ക് എന്ത് സഹായം, അവരുടെ ഒരു ബേസിക്കായിട്ട് എന്തെങ്കിലും, ചിലപ്പോൾ കുട്ടികളുടെ വിവാഹം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആശുപത്രി കേസുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എങ്ങനെ വഴിതിരിച്ചു കൊടുക്കാം. അതിപ്പോൾ പഞ്ചായത്തിലായാലും അല്ലെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അത് ഡയറക്റ്റ് ചെയ്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കോളനികളിൽ കാഴ്ചവെക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം. ഇല്ലെങ്കിൽ അവരെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് മറ്റ് വിഭാഗങ്ങൾ, അതായത് ക്രിസ്ത്യൻ മിഷനറീസ് ആണ് സത്യത്തിൽ ഇവരുടെ ഇടയിൽ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷനറീസിൻ്റെ പ്രവർത്തനം വളരെ കുറവാണ്. ഇപ്പം മുസ്ലിം സംഘടനകൾ അവരുടെ അടുത്ത് പോയിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി, SDPI ഒക്കെ ഇപ്പോൾ അവരുടെ പല കോളനികളിലും SDPIയുടെ പ്രവേശനമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളിൽ നിന്ന് അവർ സ്വാഭാവികമായിട്ടും അകന്നു പോവുകയാണ്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ഹിന്ദുക്കളല്ല എന്ന് പറയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ വളരെ തന്മയത്വത്തോടെ സമചിത്തതയോടെ നമ്മൾ അവരിലേക്ക് എത്തിപ്പെടുകയും ഓരോ കോളനികൾ സന്ദർശിക്കുമ്പോഴും അവിടെ നമ്മളൊരു മിത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കണം. വയനാട്ടുകാർക്കൊക്കെ നല്ലോണം അറിയാം, അവർ ശരിക്കും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂപ്പന്മാരുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വേറെ പല രീതികളിലാണ്. അപ്പോൾ അവരെ നമ്മൾ കോളനികളിൽ സമ്പർക്കം ചെയ്ത് നമ്മൾ അവരുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം. അവർക്ക് നമ്മളൊരു അത്താണിയാണ്, നമ്മളോട് എന്തും പറയാൻ പറ്റും എന്ന രീതിയിൽ അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. സർവേ എടുക്കണം, അവരെ നമ്മളോട് ചേർത്ത് നിൽക്കാനായിട്ടുള്ള
പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അടുത്ത ഒരു പഞ്ചതല പ്രവർത്തനത്തിൻ്റെ 4ാമത്തെ പദ്ധതി എന്ന് പറയുന്ന വനിതാ നേതൃയോഗങ്ങളാണ്. നേതൃസമ്പർക്ക യോഗമല്ല, നേതൃസമ്പർക്കം. നമ്മുടെ ജില്ലയിലും താലൂക്കിലും പഞ്ചായത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിലും ഒക്കെ സാമുദായിക സംഘടനകൾക്കൊക്കെ വനിതാ നേതാക്കന്മാരുണ്ട്. മറ്റ് പല എന്താ പറയുക മേഖലകളിൽ സാമുദായിക സംഘടന മാത്രമല്ല, പരിവാർ സംഘടനകളിലുണ്ട്. അതേപോലെ തന്നെ റിട്ടയേർഡ് ഹാൻസ്, പട്ടാളക്കാർ, ജഡ്ജസ്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള വനിതാ വ്യക്തിത്വങ്ങളെ നമ്മൾ സമ്പർക്കം ചെയ്യണം. ആ സമ്പർക്കം എന്ന് പറയുന്നത് നമ്മൾ അവരെ വിളിച്ചിട്ട് എവിടെയുണ്ട്, ഞാൻ കാണാൻ വരുന്നുണ്ട്, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ കാണാൻ പോകണമെങ്കിൽ അവർക്ക് അവരുടെ സമയം ചോദിച്ചിട്ട് നമ്മൾ അവരിലേക്ക് എത്തണം. അവരുടെ ഒരു മനപരിവർത്തനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വിഷയങ്ങൾ കേൾക്കുകയും പിന്നെ സമൂഹത്തിലെ മഹിളകൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക്, കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ അവരെ നമുക്ക് ബന്ധപ്പെടാനും അവരുടെ അഭിപ്രായം ചോദിച്ചറിയാനും അവരെയും കൂടി നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയണം. അപ്പം അങ്ങനെയുള്ള വനിതാ നേതാക്കന്മാരെ നമ്മൾ പ്രവർത്തകരായ നമ്മൾ സമ്പർക്കം ചെയ്യണം. അതാണ് ഈ വനിതാ നേതൃസമ്പർക്കം എന്ന് പറയുന്നതിൻ്റെ ആശയം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വനിതകളുടെ പ്രശ്നം, 33% സംവരണം, വനിതാ സംവരണം നിയമം ബില്ല് ആയിട്ടുണ്ട് അല്ലേ, ബില്ല് പാസ്സായി നിയമമായിട്ടുണ്ട്. കോളനി സമ്പർക്കത്തിലൊക്കെ പോകുമ്പം അവിടെയുള്ള കഴിവുള്ള ഒരുപാട് പ്രതിഭകളുണ്ട്, പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം അവരെ കണ്ടെത്തി നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനഗതിയിലുള്ള മാറ്റം. നമ്മളാണ് പരിവർത്തനത്തിന് തയ്യാറാകേണ്ടത്. നമ്മൾ അവരോട് ചേർന്ന് നിന്നും കൊണ്ട് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവർ ഹിന്ദുക്കളല്ല എന്നും പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഒരു ഹിന്ദുക്കളല്ല എന്ന് പറയും. നമ്മളോടൊരു അരഗൻസാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമചിത്തതയോടുകൂടി കോളനികളിൽ സമ്പർക്കം നടത്തേണ്ടത് ആവശ്യമാണ്. അതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ വനിതാ നേതൃയോഗം. അടുത്തതായിട്ട് നമുക്കുള്ളത് എന്താ പറയുക, പ്രചാർ വിഭാഗം. 5 പഞ്ചതല പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുമാരി സമിതി, കുടുംബയോഗം, കോളനി സമ്പർക്കം, വനിതാ നേതൃസമ്പർക്കം. അടുത്തത് നമ്മുടെ പ്രചാർ വിഭാഗ് എന്ന് പറയുന്ന വിഭാഗമാണ്. പ്രചാർ വിഭാഗിൽ നമ്മൾ ഏത് പ്രവർത്തനം നടത്തിയാലും അത് സമൂഹം അറിയണം. സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഉദ്ദേശങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ സമൂഹത്തിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പം സമൂഹത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ സംഘടനയുടെ ആശയം, നമ്മുടെ പ്രവർത്തനം എന്താണ് എന്നൊക്കെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ മീഡിയ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർ ഹാൻഡിൽ ചെയ്യണം. എല്ലാവർക്കും നമ്മളെപ്പോലെ കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത് പഠിച്ച നമ്മുടെ മീഡിയയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ എന്താ പറയുക സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ മീഡിയയുടെ പ്രവർത്തനം, മീഡിയ എന്ന് പറഞ്ഞാൽ പ്രചാർ വിഭാഗിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്തി അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ 5 തരത്തിലുള്ള പ്രവർത്തനം, പഞ്ചതല 5 വിരലുകൾ പോലെയാണ്, ഒരു കൈയുടെ 5 വിരലുകൾ പോലെയാണ്. ഈ കൈ സ്ട്രോങ് ആക്കാനാണ് നമ്മുടെ ഈ 5 വിരലുകൾ ശരിക്കും അല്ലേ. അപ്പോൾ ഈ 5 പ്രവർത്തനം കൊണ്ട് നമ്മുടെ മഹിളാ ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോൾ നമുക്ക് ഹിന്ദു സമൂഹത്തിലുള്ള, സമാജത്തിലുള്ള എല്ലാ മഹിളകളെയും നമ്മളിലേക്ക് കൂട്ടിയടിപ്പിക്കാൻ അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ മഹിളാ ഐക്യവേദിക്ക് കഴിയണം. അതിന് സംയോജികമാരെന്ന നിലയിൽ ഇപ്പം നിങ്ങൾ പലരും പഞ്ചതല പ്രവർത്തനത്തിൻ്റെ സംയോജികമാരാണ്. ഈ ഓരോ കാര്യവിഭാഗത്തിൻ്റെയും സംയോജികമാരായിട്ട് ജില്ലാ തലങ്ങളിൽ എടുക്കപ്പെട്ടവർ, സംസ്ഥാന തലത്തിലുള്ള സംയോജികമാരൊക്കെ ഇവിടെ ഇന്ന് സന്നിഹിതരാണ്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കൊരു സംഘടന എന്ന നിലയിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ, നമ്മളെന്താ സംഘടനാ പ്രവർത്തനം എന്തിനു വേണ്ടിയാണ്? ജനനന്മയ്ക്ക്, സമൂഹ പരിവർത്തനത്തിന്, നവോത്ഥാനത്തിന്, നമ്മളിലുള്ള പുഴുക്കുത്തുകളൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ നമ്മുടെ സമാജത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഹിന്ദു സമൂഹം നിലനിൽക്കേണ്ടത് ഹിന്ദുക്കളുടെ മാത്രം ആവശ്യമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. പല നമ്മളെ വഴിതിരിച്ചു വിടാൻ പല രീതിയിലുള്ള നറേറ്റീവ്സ് പടച്ചുവിടും. നമ്മുടെ പ്രചാർ വിഭാഗം എടുത്ത് നോക്കിയാൽ നറേറ്റീവ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. ക്യാപ്സ്യൂൾസ്, നറേറ്റീവ്സ്, വാർത്തകളൊക്കെ വളരെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നു. നമ്മുടെ ബഹുമാന്യായ രക്ഷാധികാരി ശശികല ടീച്ചർ പറഞ്ഞ ഒരു സംഭവം ഇപ്പം അടുത്ത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു, വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നല്ലത് പറയുമ്പം അതിനെ വളച്ചൊടിച്ചിട്ട് അത് വേറൊരു രീതിയിൽ, അർത്ഥത്തിന് വേറെ അർത്ഥം കൽപ്പിച്ചിട്ട് അത് പ്രചരിപ്പിക്കുക.
അങ്ങനെ ആ ഒരു ബേഡൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി SC വിഭാഗത്തിൽപ്പെട്ടതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതും നമ്മളാരും അന്വേഷിക്കാൻ പോയിട്ടില്ല. സത്യത്തിൽ ടീച്ചറും അത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ടീച്ചർ കോമൺ ആയിട്ട് ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിൻ്റെ ആ ഒരു രീതി മോശമായതുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന നറേറ്റീവ്സിനെ നമ്മൾ ചെറുക്കണം. ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നാണ് അതിന് പറയുക. ഇമേജ് ബിൽഡിംഗ് ആൻഡ് ഡാമേജ് കൺട്രോൾ എന്നാണ് അതിന് രണ്ട് വാക്കുകൾ. ഇമേജ് ബിൽഡിംഗ്, നമ്മുടെ സംഘടനയുടെയും നമ്മുടെയുമൊക്കെ ഇമേജ് ബിൽഡിംഗ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇമേജ് ബിൽഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ സത്യസന്ധത, എന്തിനാണ്, ജനനന്മയ്ക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക പ്രചാർ വിഭാഗിലൂടെ നമ്മൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പ്രചാർ വിഭാഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പഞ്ചതല പ്രവർത്തനത്തിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ മഹിളാ ഐക്യവേദി നല്ല ഒരു സംഘടന, മഹിളാ സംഘടനയായിട്ട് കേരളത്തിലും ഇപ്പം തന്നെ നമ്മളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, ദേശീയ തലത്തിൽ ഒക്കെ ചോദ്യം വരുന്നുണ്ട്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉയരാൻ കഴിയണം. നമ്മുടെ പ്രവർത്തനം നമ്മുടെ സമാജത്തിന് വേണ്ടിയാണ്. നമ്മൾ വേർതിരിച്ച് നിൽക്കേണ്ടവരല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മൾ രാഷ്ട്രീയം കലർത്തുന്നില്ല ഇതിലൊന്നും. നമ്മുടെ സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കി വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ രാജ്യം, അല്ലേ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ നിലനിർത്തുന്ന സനാതനധർമ്മം എന്താ പറയുക, നാശമില്ലാത്ത ഒരു ധർമ്മമായിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ ആചരിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നിലനിന്ന് പോകുന്നത്. സത്യത്തിൽ നമ്മൾ വീട്ടിൽ എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ കുട്ടികൾ കാണുകയാണ്. ഈ എന്താ പറയുക, നമ്മുടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കുടുംബക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ പൂജാതി വിധികൾ അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് കണ്ടിട്ടാണ് അവർ നമ്മളില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലും ഇത് മുമ്പോട്ട് പോകണം. അപ്പോൾ അത് നമ്മൾ ആചരിക്കണം. നമ്മൾ ആചരിച്ച് കാണിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അത് മനസ്സിലാവുക. അപ്പോൾ കുടുംബത്തിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനമാണ് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബത്തിൻ്റെ വ്യവസ്ഥിതി നന്നാക്കി എടുത്താൽ നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. നമ്മളെല്ലാം ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിന് വേണ്ടി ഓടുന്നവരാണ് പലരും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്മ എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയുമാണ് നമ്മുടെ കുട്ടികളെ നന്നാക്കി മുമ്പോട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മേധ, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ കാഴ്ച, വാക്കുകളൊക്കെ നമുക്ക് പകർന്ന് അതായിരിക്കണം നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. പെൺകുട്ടികൾക്ക് അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പം ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു, അല്ലേ? എന്താ സംഭവിച്ചത് ഇപ്പം പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ ധർമ്മം, കണ്ണ് കെട്ടി നടന്ന ധർമ്മം എന്താ പറയുക പ്രസംഗിക്കുകയല്ല വേണ്ടത്, ധർമ്മം ആചരിച്ച് കാണിക്കേണ്ടിയിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും വലിയൊരു എന്താ പറയുക ദുരന്തം എന്ന് തന്നെ പറയാം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പുരാണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇക്കൊല്ലം നമ്മൾ അഹല്യാബായി ഹോൾക്കർ, റാണി അഹല്യാബായി ഹോൾക്കറുടെ ത്രിശതാബ്ദി ആഘോഷിക്കുന്നുണ്ട്. അതൊരു ഉത്തമ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഈ കോഴിക്കോടൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് ചില ജില്ലകളിൽ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നടത്താത്ത ജില്ലകൾ അത് വായിച്ചറിയണം. കുട്ടികൾക്ക് കുമാരി സമിതികളിലൂടെയൊക്കെ ആ ഒരു മഹത് വ്യക്തിത്വത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത്രയും ധീരയായ 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ധീരയായ ഒരു വനിതയാണ്. അപ്പോൾ ആ ഒരു ബുക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക ലഭ്യമാക്കി കൊടുക്കേണ്ടതും ആവശ്യമാണ്. പിന്നെ ഇപ്പം നടന്ന ഒരു വിഷയം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനു വേണ്ടിയായിരുന്നു എല്ലാവർക്കും അറിയാമോ? ഓപ്പറേഷൻ സിന്ദൂറിന് എന്തിനു വേണ്ടിയായിരുന്നു? അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചത്. കാശ്മീരിലേക്ക് ടൂറ് പോയ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ഹിന്ദുക്കളെ മാത്രം ചൂണ്ടി വെടിവെച്ച് കൊന്നിട്ട്, അല്ലേ, ഹിന്ദുവാണോ എന്ന് ഉറപ്പ് വരുത്തി വെടിവെച്ച് കൊന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും, കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോയ ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആ കുട്ടിയുടെ മുമ്പിലിട്ടിട്ട് ആ പയ്യനെ കൊന്നിട്ട്, ഭർത്താവിനെ കൊന്നിട്ട് അവൾ കേണപേക്ഷിക്കുകയാണ് എന്നെയും കൂടി കൊല്ലൂ എന്ന്. പക്ഷേ പോയി നിൻ്റെ മോദിയോട് പറയൂ എന്നാണ് പറഞ്ഞത്. മോദിയോട് പറഞ്ഞു, മോദി കേട്ടു, നമ്മളതിന് മറുപടിയും കൊടുത്തു. അപ്പം നമ്മുടെ സീമന്തരേഖയിലെ സിന്ദൂരത്തിൻ്റെ ശക്തിയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ മംഗല്യച്ചരട്, സീമന്തരേഖയിലെ സിന്ദൂരം, ഇതൊക്കെ പെൺകുട്ടികൾക്ക് വളരെ വലുതാണ്. അതൊക്കെ സത്യമുള്ളതാണ്, ശക്തിയുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട്, ചരിത്ര സംഭവമായിട്ട് തന്നെ ഈ ഒരു വിഷയം മാറും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ നമ്മളതിന് കണക്കിന് തിരിച്ച് പ്രഹരം കൊടുത്തു. ട്രെയിൻ ചെയ്ത് പാകിസ്ഥാൻ കടത്തിവിടുന്ന ഭീകരവാദികളെ നമ്മൾ ഇല്ലാതാക്കാൻ
നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, രാജ്യം ഒറ്റക്കെട്ടായിട്ട്, അവിടെ നമ്മൾ വേർതിരിവൊന്നും കാട്ടിയിട്ടില്ല, രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്.